ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ അഖിൽമാരാറെ കുറിച്ചാണ്. ഇപ്പൊ ഉണ്ടല്ല കുറച്ച് ദിവസമായിട്ട് ഈ അഖിൽമാരാർ ദിലീപിനെ സുഖിപ്പിച്ചിട്ട് മലയാള സിനിമയിൽ ക്ലച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. ഈ അഖിൽമാരാറെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അഖിൽമാരാർ ഒരു ചാണക സംഖ്യയാണ്. അതിന്റെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, ഒരു പക്കാ ചാണക സംഖ്യ. നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഈ ദിലീപിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതിൽ 99% ആൾക്കാരും ചാണക സംഖ്യകളാണ്. എന്തിന് ബിജെപിന്റെ നേതാക്കന്മാർ വരെ അതിജീവിതനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ചാണക ദിലീപിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ കൊട്ടത്തല്ലിയുള്ള മരവാഴ അഖിൽമാരാറെ സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിനെ തന്നെയാണ്. എന്നിട്ട് ഈ മരവാഴ മാറാറുണ്ടല്ല ദിലീപ് പാട്ടിനെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് പൃഥ്വിരാജിനെ കുറ്റം പറയാം. നമുക്കെന്തായാലും ഈ കൊട്ടത്തല്ലിലെ മരവാഴ മാരാറ് പൃഥ്വിരാജിനെ കുറിച്ച് എന്താന്ന് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? വാ. കലാഭവൻ ഷാജോൺ ദിലീപിന്റെ കൂടെ എത്ര സിനിമകളിൽ അഭിനയിച്ചു, എത്ര സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായി അദ്ദേഹത്തിനൊപ്പം എത്ര സിനിമകളിൽ അഭിനയിച്ചു. മലയാളത്തിലെ കഴിവുള്ള എത്രയോ പേരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. നോക്കൂ, ഇവിടെ പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. നോക്കൂ, നാളെ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. കൊട്ടത്തലിലെ മരവാഴ മാരാറെ പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാന്ന് ഈ എങ്ങനെ പറഞ്ഞേക്കില്? പൃഥ്വിരാജ് അഭിനയിച്ച എത്ര മനോഹരമായ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും പോട്ടെ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ, ലൂസിഫർ എത്ര മനോഹരമായ സിനിമകളാണ് മലയാള സിനിമക്ക് സംവിധാനം ചെയ്തിട്ട് പൃഥ്വിരാജ് തന്നിട്ടുള്ളത്. ആ പൃഥ്വിരാജിനെ കുറ്റം പറയുന്ന നീ ഏതോ ഒരു മൊണ്ണ സിനിമയല്ലേ സംവിധാനം ചെയ്തതിന്? ആ സിനിമയുടെ പേരറിയുന്ന മലയാളികൾ എത്ര മലയാളികളുണ്ടാവും? നിന്റെ വീട്ടുകാർക്ക് പോലും നീ സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് ആ അഴുക്ക സിനിമ സംവിധാനം ചെയ്ത നീയാന്ന് പൃഥ്വിരാജിനെ കുറ്റം പറയുന്നു. നീ മറ്റേ ബിഗ് ബോസ് പോകുന്നതിനെയും കണ്ടിയാലത് ലുലുമാട് പോയിട്ട് മറ്റേത് പൊക്കി ജീവിക്കുന്ന നല്ലതെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് നാണവും മാനും ഉളുപ്പില്ലാണ്ട് അതേ ബിഗ് ബോസ് പോയിട്ട് ജയിച്ചിട്ട് ആ ജയിച്ചതിന് കിട്ടിയ ഫെയിമില് അതിലുണ്ടാക്കിയ പൈസയിൽ നക്കി മൂഞ്ചി ജീവിക്കുന്നവനല്ലേ? നിലപാടില്ലാത്ത മനുഷ്യനല്ലേ നീ? അങ്ങനെ പറഞ്ഞ വാക്കിന് നിലപാടിന് ഒരു വിലയും കൽപ്പിക്കാത്ത നീണ്ടല്ല തന്റെ ഇടമുള്ള പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന സംഘികളുടെ പേടി സ്വപ്നമായ പൃഥ്വിരാജിനെ കുറ്റം പറയാൻ നോക്കുന്ന കൊട്ടത്തലയിലെ മരവാഴ മാരാറെ. നമുക്ക് ഈ മരവാഴ അടുത്തതായിട്ട് എന്താ പറയുന്നത് കേട്ടു വരാം. അതുമാത്രവുമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? ഓംബ്ര, നീയാണല്ലോ കോടതി. നീ പറയുന്ന ആൾക്കാരുടെ സിനിമയിൽ മാത്രം ഇനി പൃഥ്വിരാജ്, മമ്മൂട്ടി, മോഹൻലാൽ അഭിനയിക്കുക. നീ പറയുന്ന കാര്യം മാത്രം അവരെന്നെ ജീവിതം ചെയ്യാ പോരെ? എന്റെ മാരാറും കൊണ്ടേ സ്വപ്നം എണീച്ചിട്ട് മൂത്രയിച്ചിട്ട് വന്നിട്ട് ഒന്നും കൂടി കടന്നുറങ്ങും നീ പിന്നെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ല. എന്നിട്ട് നീ ചെയ്ത അഴുക്കപ്പടൂല്ലേ, പേരറിയാത്തൊരു അഴുക്കപ്പടം, ആ പടത്തിൽ ആരെയാണ് നായകനായിട്ട് അഭിനയിപ്പിച്ചത്? ജോജു ജോർജിനല്ലേ? എല്ലാണ്ട് ഒരു പുതുമുഖ നായകനെ ഒന്നല്ലല്ല മൊണ്ണ മാരാറെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ജോജു ജോർജ് അഭിനയിച്ചത് കൊണ്ട് മാത്രം ആ സിനിമ ഒരു 10 ആള് കണ്ടിട്ടുണ്ടാവും. ജോജു ജോർജ് നീ പറഞ്ഞ പോലെ അഭിനയിച്ചിട്ടും ഉണ്ടാവില്ല. അയാൾക്കറിയുന്ന പോലെ അയാളെ കഴിവിനനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ അഭിനയം സൂപ്പർ ആയിരിക്കും. നീ പറയുന്നത് പോലെ എങ്ങാനും അയാൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കരിയർ ആ സിനിമയോടുകൂടി തീർന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവൻ മറ്റുള്ളവരോട് പറയുന്നത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന്. കൊടുത്ത മുഖങ്ങൾ ഇവരുണ്ടല്ല, ഇവൻ അവസരം കൊടുത്ത മുഖങ്ങള് പിന്നെ വേറൊരു സിനിമയിലെന്നല്ല സീരിയൽ പോലും തല കാണിച്ചിട്ടില്ല. നമ്മളെ ജോജു ജോർജ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിനി. നമുക്ക് ഈ സംഖ്യമാരാട്ടെ അടുത്ത നൊടൂസ് കേൾക്കാം. വാ. അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല. പകരം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2010 കൊണ്ടുവന്ന നടനാണ് നിവിൻ പോളി ഉൾപ്പെടുന്ന ആ മലർവാടിയിലെ സകല ആൾക്കാർക്കും. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ തനിക്ക് ആദ്യമായി ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് വേണ്ട മലയാളത്തിൽ പുതിയതായിട്ട് ആരും വരണ്ട, നീ വേണമെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്തോ, ഞാൻ നിർമ്മിച്ചോളാം എന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല. ഓ പിന്നെ നിന്റെ ദിലീപ് പാട്ടൻ മലർവാടി ആർട്സ് ക്ലബ്ബ് നിർമ്മിച്ചില്ലെങ്കിൽ ആ സിനിമ വേറെ ആരും നിർമ്മിക്കൂലല്ല. വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനും നിവിൻ പോളി എന്ന നടനും പിന്നെ ഈ മലയാള സിനിമ കാണൂലല്ല നിന്റെ ദിലീപ് പാട്ടൻ ഇല്ലെങ്കിൽ. എന്റെ കൊട്ടത്തല്ലിയുള്ള മരവാഴ മാരാറെ കഴിവുള്ളവരുണ്ടല്ല, ആരുടെയും പിന്തുണയൊന്നും വേണ്ട. കഴിവുള്ളവൻ പിടിച്ചു കയറും. അങ്ങനെ കഴിവുള്ളവരാണ് വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും. അല്ലാണ്ട് നിന്നെ പോലെ സുഖിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല എന്റെ സംഘി മാരാറെ. അതുകൊണ്ട് നിന്റെ ദിലീപ് പേട്ടൻ അവസരം കൊടുത്ത കഥയെ നീ പറഞ്ഞിട്ടാ ഇവന്റെ അടുത്ത നൊടീസിലാക്കാം നമുക്ക്. അയാൾ എത്രയോ സിനിമകൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു, പുതിയ ആൾക്കാർ വരാൻ വേണ്ടി ചെയ്തു. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അവസാനം മെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു സിനിമ പോലും അർജുൻ, നമ്മുടെ ഹരിശ്രേഷവൻ ചേട്ടന്റെ മകൻ അർജുനെ വെച്ചിട്ട് നായകനാക്കി ചെയ്യുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല,
ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി ഒരു നിർമ്മാണ കമ്പനി, അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി സിനിമ ചെയ്തില്ല. അതേസമയം ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത്? ദുൽഖർ സൽമാൻ പുതിയ തലമുറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു സ്പേസ് ഒരുക്കി കൊടുക്കലാണ്. മുമ്പ് മണിയറയിലെ അശോകൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന വളരെ കൊച്ചു പടം പോലും അദ്ദേഹം ചെയ്യുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗിർഗറിയൊക്കെയാണ് അതിലെ നായകൻ. അപ്പൊ അവിടെ പുതിയൊരാൾക്കാർ വരട്ടെ. ഇപ്പൊ അവസാനം ലോക ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ദുൽഖർ എടുക്കുന്ന ഒരു ധൈര്യം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ വായ്ത്താളം മാത്രം അടിക്കുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജ്. അപ്പം പലപ്പോഴും എന്റെ മാരാറെ, നീ ഉണ്ടല്ല വായ്ത്താളത്തിന്റെ കാര്യം പറയലട്ടാ. ഈ ഇന്ത്യ രാജ്യത്തുണ്ടല്ല വായ്ത്താളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. കോട്ടത്തരിയുള്ള മാരാഴ് വാഴ നിന്നെ പോലെ വായ്ത്താളം അടിച്ച് ജീവിക്കുന്ന വേറൊരാൾ ഈ ലോകത്ത് എങ്ങനെ തപ്പിയാലും കാണാൻ കഴിയില്ല. എന്നിട്ട് മലയാള സിനിമയിൽ ഒരുപാട് മനോഹര വേഷങ്ങൾ കൈകാര്യം ചെയ്ത പൃഥ്വിരാജൻ അങ്ങനെ കുത്തിയിരുന്നത് നാണവുമാലാണ്ട് കുറ്റം പറയുന്നു. നീ സംവിധാനം ചെയ്ത സിനിമ അങ്ങ് വിട്. നീ അഭിനയിച്ചൊരു സിനിമ ഒരു മാസം മുന്നേ റിലീസ് ആയിട്ടുണ്ടല്ല. ആ സിനിമ ഉണ്ടല്ല പല തിയേറ്ററുകളിലും ഒറ്റ ഷോ ഓടിയേ, ഒറ്റ ഷോ. രണ്ടാമത്തെ ഷോക്ക് ആളില്ലാത്തോണ്ട് ആ സിനിമ പിന്നെ ഓടിയിട്ടില്ല. ഒന്നാമത് കാണാനേ ആളില്ല. രണ്ടാമത് നിന്റെ അഭിനയം കണ്ടുകഴിഞ്ഞാല് പെറ്റമ്മ സൈക്കിളാന്ന റിപ്പോർട്ട് പറഞ്ഞത്. എന്തിന് നമ്മൾ അലിൻജോസ് പെരേരില്ലേ, ആ പെരേര വരെ നിന്നെക്കാളും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്റെ കൊട്ടത്തല മാരാറെ. പിന്നെ നീ പറഞ്ഞു ഇന്ദ്രജിത്തിന് പൃഥ്വിരാജ് അവസരം കൊടുത്തില്ലാന്ന്. അത് നീയാണോ പറയുന്നത്? പൃഥ്വിരാജ് ഇന്ദ്രജിത്തിന് അവസരം കൊടുത്തോ ഇല്ലയോന്ന്? ഇനി ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനോട് പറ്റണ്ടാവും, അനക്ക് നിന്റെ ഒന്നും സഹായം വേണ്ട, എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് ഒറ്റക്ക് ഞാൻ കയറി വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഉണ്ടല്ല നിന്നെ പോലെ ഉണ്ടല്ല ആരെങ്കിലും സുഖിപ്പിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്നവരല്ല. അവർ കഴിവുണ്ടായിട്ട് തന്നെയാണ്, തന്റെ ഇടം ഉണ്ടായിട്ട് തന്നെയാണ് സിനിമയിൽ ഇത്രയും കാലം നിലനിന്നത്. അതായത് നിന്നെ പോലെ വായ്ത്താളടിച്ചിട്ട് ദിലീപ് പേട്ടനെ പോലത്തെ സുഖിപ്പിച്ചിട്ട് ജീവിക്കുന്നവരെല്ലാവരും അവര് നട്ടല്ലോടുകൂടി ജീവിക്കുന്ന നല്ല ആൺകുട്ടികളാണ്. നീ പിന്നെ അതിന്റെ ഇടക്കൂടി ഉണ്ടല്ല ദുൽഖർ സൽമാനെ സുഖിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ. നീ ആ സുഖിപ്പിക്കലും കൊണ്ടുണ്ടല്ല ദുൽഖർ സൽമാന്റെ അടുക്കും മമ്മൂട്ടിയുടെ അടുക്കും പോകാൻ നിൽക്കുന്നുണ്ടാ. അവിടെ നിന്നെ ഉണ്ടല്ല ആ ഭാഗത്ത് അടുപ്പിക്കല കൊട്ടത്തലമാരാറെ. നിന്നെ പോലൊരു വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തൻ ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് അവക്ക് രണ്ടാക്കും അറിയാം. അതായത് മമ്മൂട്ടിക്കും അറിയാം, ദുൽഖർ സൽമാനും അറിയാം. അതുകൊണ്ട് നിന്റെ സുഖിപ്പിക്കല് അങ്ങോട്ട് വേണ്ട. നീ വേണമെങ്കിൽ നിന്റെ പേട്ടനെ നല്ലോണം സുഖിപ്പിച്ചോ, നിന്റെ ദിലീപ് പേട്ടനെ കേട്ടാ. എന്നിട്ടുണ്ടല്ലേ ഇവൻ പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞത് പോരാഞ്ഞിട്ട് ആലപ്പി അഷറഫ് എന്ന മനോഹരമായ സിനിമകള് മലയാളിക്ക് സമ്മാനിച്ച ആ പാവത്തിന് കുറ്റം പറഞ്ഞ് അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ. ഇയാൾക്കെതിരെ ഇതുങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അവിടെ ഒരു ഗൂഢാലോചന നടത്തിയപ്പോൾ ഇപ്പുറത്തുനിന്ന് കുറെ എണ്ണം പൊങ്ങി വന്നു. അതായത് പണ്ട് ആലപ്പി അഷറഫ്, അതുപോലെ ഒരു റഫീഖ് സീലട്ട്, അതുപോലെ ഇവരെയൊക്കെ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കിയത് ദിലീപാണെന്ന്. പിന്നെ ഈ ആലപ്പി അഷറഫ് ഒക്കെ സിനിമ എടുത്ത് പോയിരുന്നുണ്ടെങ്കിൽ ഇയാള് ഓസ്കാർ ഇയാളെ ജെയിംസ് കാമറൂൺ വല്ലതുമായിരുന്നു. ഇയാളെ ദിലീപ് ഇല്ലാതാക്കാൻ എന്റെ കൊട്ടത്തല്ലുള്ള മരവാഴ മാരാറെ. ആലപ്പി അഷറഫ് എന്ന സംവിധായകനുണ്ടല്ലോ ഒറ്റൊരു സിനിമ മതി മലയാള സിനിമയിൽ അയാളുടെ അഡ്രസ് എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട്. ആ സിനിമയുടെ പേരാണ് നിന്നിഷ്ടം എന്നിഷ്ടം. മോഹൻലാൽ അഭിനയിച്ചിട്ട് 1987 റിലീസായ ആ പടം എത്ര മനോഹരമായ സിനിമയാണ്, എത്രമാത്രം ഹിറ്റായിരുന്നു ആ സിനിമ നിനക്കറിയണ കൊട്ടത്തല്ലുള്ള മരവാഴ മാരാറെ. അയാളെന്നെ ജെയിംസ് കാമറോണിന്റെ അത്രയൊന്നും കഴിവില്ലെങ്കിലും നല്ല കഴിവുള്ള സംവിധായകൻ തന്നെയാണ്. അതായത് നിന്നെപ്പോലത്തെ സംവിധായകനല്ല, നീയുണ്ടല്ല സീരിയലുകാർ പോലും തോക്കുന്ന സിനിമയല്ലാണ് സംവിധാനം ചെയ്തത്. അതും പോരാഞ്ഞിട്ട് അലിൻ ജോസ് പെരേര പോലും നാണം കെട്ടുപോകുന്ന രീതിയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നീ ആലപ്പി അഷറഫിനെ കുറ്റം പറയുന്നല്ലേ? നിന്റെ കണ്ണില് നീയും നിന്റെ ദിലീപ് പാട്ടനും മാത്രം സൂപ്പർ, ബാക്കിയുള്ളവർക്കൊന്നും കഴിവില്ല. നീ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും നിന്റെ ദിലീപ് പാട്ടനെ സൂചിപ്പിച്ചെങ്കില് ദിലീപ് പാട്ടൻ അടുത്ത സിനിമക്ക് വേണ്ടി നിനക്ക് ഡേറ്റ് തരുന്നു. നീ കാത്തിരുന്നോട്ടാ. നിന്റെ ദിലീപ് പാട്ടൻ ഉണ്ടല്ല നിന്റെ അത്രയും പൊട്ടനല്ലാട്ടാ. നിന്നെ പോലത്തെ ഒരു മരവാഴക്ക് ഡേറ്റ് തന്നിട്ട് ഒരു മരവാഴ സിനിമയിൽ അഭിനയിച്ചിട്ട് വീണ്ടും നാണം കെടാൻ വേണ്ടിട്ട് നിന്റെ ദിലീപ് പാട്ടൻ ഒരിക്കലും നിൽക്കൂല. എന്റെ മോനെ ഒരിക്കലും നിൽക്കൂല. അതുകൊണ്ട് നീ പറ്റും പോലെ നിന്റെ ദിലീപ് പാട്ടനെ സുഖിപ്പിച്ചോ. പക്ഷെ ആ സുഖിപ്പിക്കാൻ പറ്റില്ല, നീ പൃഥ്വിരാജിനെ മേത്ത് കയറാൻ നിൽക്കണ്ടട്ടാ. നിനക്കണ്ടല്ല പൃഥ്വിരാജ് എന്ന മഹാനടന്റെ ആ സംവിധായകന്റെ പിന്നാമ്പുറത്തുണ്ടല്ല ആ പിന്നാമ്പുറത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്റെ മരവാഴ മാരാറെ. പൃഥ്വിരാജിന്റെ പിൻഭാഗത്തൊന്നല്ല മലയാള സിനിമയുടെ കക്കൂസിന്റെ അടുത്ത് പോലും നിന്നെ കൊണ്ടുപോയി കെട്ടാൻ കഴിയില്ല എന്റെ മാരാറെ. അതുകൊണ്ടുണ്ടല്ല കുറച്ചു കാലം കഴിഞ്ഞാല് നിന്റെ ഈ വായ്ത്താളം വിറ്റുള്ള ജീവിതം ഉണ്ടല്ല അതങ്ങ് നിൽക്കും. പിന്നീടല്ല നിനക്ക് മുന്നേ പറഞ്ഞ പോലെ ലുലുമാണ്ട മുന്നില് പൊക്കിട്ട് ജീവിക്കാം. അതേ നിന്നൊക്കെ ഉണ്ടാവുന്ന് നീ തെളിയിച്ചു കഴിഞ്ഞ് മാരാറെ. നിന്റെ സുഖിപ്പിക്കലെല്ലാം കഴിയുമുണ്ടല്ല നീ അവിടെ പോട് ലുലു മാളില്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പൃഥ്വിരാജ് എന്ന സംഘികളുടെ പേടി സ്വപ്നമായ മഹാനടനും എന്റെ ഒരു നല്ല സുലാൻ.